Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Again, English class. Okay. Start ചെയ്യാം നമുക്ക്. Start ചെയ്തോളൂ. ആരുല്ലേ? പ്രയർ ആരാ ചൊല്ലാ? Prayer. Miss, ഞാൻ പറയാം. Lord, you are more precious than silver. Lord, you are more costly than gold. Lord, you are more beautiful than diamond, and nothing I desire compares with you. Thank you, Miss. End of the day. End of the day ഉണ്ടോ? സൈനിങ് ഉണ്ടോ? എന്തെങ്കിലും? ഇല്ല. പറയൂ, ഉണ്ടോ ഇല്ലയോ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഓക്കെ ഒരു കാര്യം പറയട്ടെ, പ്രപ്പോസിഷന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ല. എന്താ നിങ്ങളോട് ചോദിക്കാൻ? ഞാൻ മറന്നു പോകും. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയണമെന്ന് വിചാരിക്കും, ലാസ്റ്റ് പറയാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും. ലാസ്റ്റ് പറയാന്ന് വിചാരിക്കും, മറന്നു. ഒന്ന് ഓർമ്മിപ്പിക്കായിരുന്നില്ലേ? ആ ഓക്കെ. നാളെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. ടീച്ചറുടെ ഓർമ്മ പരിശോധിച്ചത് ടീച്ചർക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് നോക്കാൻ വേണ്ടിട്ട്. എനിക്ക് എപ്പോഴും ഞാൻ വെറുതെ പറഞ്ഞതാണ് ടീച്ചർ, ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഓർക്കും, ക്ലാസ്സിൽ കയറുമ്പോ പറയണമല്ലോ എന്ന് ഓർക്കും, പക്ഷെ പറയാണ്ടത്. അപ്പൊ ക്ലാസ്സിൽ നിന്ന് ലോഗ് ഔട്ട് ആകുമ്പോഴാണ് അയ്യോ പറഞ്ഞില്ലോ എന്ന്. 2 ക്ലാസ്സിൽ അങ്ങനെ പോയി. ഇന്ന് ഫസ്റ്റ് ആദ്യം തന്നെ ഞാനത് ഓർത്തപ്പോ തന്നെ പറഞ്ഞു. ഓക്കെ, ഇനി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. എപ്പോഴെങ്കിലും വരും, നാളെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വരും എന്തായാലും. പ്രപ്പോസിഷൻ അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ഓക്കെ. 2 days ആയിട്ട് ടീച്ചർക്ക് എന്തോ മാറ്റം ഉണ്ടല്ലോ, ഫേസ് ഒക്കെ ഫേഷ്യൽ എന്തെങ്കിലും ചെയ്തോ? അയ്യോ ഇല്ല. ആണോ? ഇല്ല, മാറ്റമുണ്ട്. ഇപ്പം മാറ്റമുണ്ട്. മാറ്റമുണ്ടല്ലേ? ഉണ്ട്, ഫേസിലുണ്ട്. കറക്റ്റാ. ടീച്ചറ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്നാ തോന്നുന്നത്. ലിപ് ബാം ചെറുതായിട്ടുണ്ട്. ഇപ്പൊ വിന്റർ അല്ലേ, അപ്പൊ കുറച്ച് ഡ്രൈ ആവുന്നുണ്ട്. അങ്ങനെ ലിപ് ബാം എടുക്കും. അല്ലാതെ മുഖത്ത് നല്ല മാറ്റാണ് കേട്ടോ ടീച്ചർ, നല്ല മാറ്റാ പറഞ്ഞത് കേട്ടോ. നന്നായിട്ടുണ്ട്. താങ്ക് യു. അല്ലാതെ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ നോട്ട് ചെയ്തിരുന്നു, ടീച്ചറോട് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ടീച്ചർക്ക് നല്ലൊരു മാറ്റം ഉണ്ട് എന്നുള്ളത്. ചിലപ്പോ ക്യാമറ ഇരിക്കാം. അല്ല, മേക്കപ്പ് ചെയ്യുന്നോണ്ടൊന്നും കുഴപ്പമില്ല മിസ്സേ. നമ്മള് സെൽഫ് ലവ് അല്ലേ, നമ്മള് സ്വന്തമായിട്ട് കുറച്ചൊക്കെ സ്നേഹിക്കണം നമ്മളെ. മേക്കപ്പ് അല്ല കേട്ടോ. ഇനി നിങ്ങൾ വേണമെങ്കിൽ സത്യം പറയാം, കുറച്ച് ഡയറ്റ് ഉണ്ടായിരുന്നു, ഫുഡൊക്കെ കൺട്രോൾ ചെയ്തു. പറഞ്ഞ പോലെ സെൽഫ് കെയർ ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതായിരിക്കാം മാറ്റം. പക്ഷെ ഇത്ര വേഗം മാറ്റം വരുമോ? കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കണ്ടില്ല. ഇപ്പൊ ഈ ലാസ്റ്റ് ക്ലാസ്സിലാണ് മാറ്റം കണ്ടത്. ഇത്ര പെട്ടെന്ന് മാറ്റം വരുമോ? ഇത്ര പെട്ടെന്നല്ല, ഞാൻ തുടങ്ങിയിട്ട് കുറച്ചായി. നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും തോന്നിയത്. ഞാൻ വിചാരിച്ച ഒരു പുതിയ ടീച്ചർ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല, സത്യം. കൊള്ളാം, കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാം. മതി മതി, ഞാൻ എവിടെയോ തീരുണ്ടപ്പോ. കോംപ്ലിമെന്റ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ടീച്ചർ? ടീച്ചർക്ക് ഒരു കോംപ്ലിമെന്റ് തന്നതല്ലേ നമ്മളെല്ലാവരും. നിങ്ങൾ എത്രയെങ്കിലും സംസാരിക്കാൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. ഓക്കെ, എന്നെ കുറിച്ച് നല്ലത് പറയാനാണെങ്കിൽ നിങ്ങൾ സംസാരിച്ചല്ലോ, അത് മതി എനിക്ക്. ഓക്കെ, അപ്പൊ ഇന്ന് എല്ലാവരും നല്ല ആക്റ്റീവ് ആണല്ലോ. ഞാൻ എപ്പോഴും ആക്റ്റീവ് തന്നെയാണ് ടീച്ചർ. ശരിയാ, എപ്പോഴും ആക്റ്റീവാ. ഞാൻ മാത്രല്ല, കുറച്ച് ആൾക്കാർ, ഉഷേച്ചി, ഫാത്തിമ, പിന്നെ നമ്മളുടെ ഒരു ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ റീനേച്ചി ഉണ്ടായിരുന്നു,
അവരൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്. പിന്നെയും 1-2 ആൾക്കാരുണ്ട്, എല്ലാവരും പേരും അറിയില്ല. പക്ഷെ കുറച്ചാൾക്കാർ ആക്റ്റീവ് ആണ്. ഇങ്ങനെ ഇതേപോലെ ക്ലാസ്സിൽ പോകണമെങ്കിൽ നല്ല രസമായിരിക്കും. ഇങ്ങനെ സംസാരിക്കാം കുറച്ചു നേരം. അതും പറഞ്ഞാൽ എന്നെ പൊക്കി പറയാനല്ല ഉദ്ദേശിച്ചത്, വെറുതെ ക്യാഷ്വലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു അല്ലെ? ടെൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ടെൻസ് എല്ലാം പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമുക്ക് കുറച്ച് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലെ? റെഡി അല്ലേ? അത്യാവശ്യം കേട്ടോ, ഒരുപാടുണ്ട്. കുറച്ച് അത്യാവശ്യം കൊണ്ട് എഴുതാം. മലയാളം ഞാൻ പറയുന്നു, നിങ്ങൾ അത് എഴുതിക്കൊള്ളു. ഓക്കെ, വേണമെങ്കിൽ ഹോംവർക്ക് ആയിട്ട് വെക്കാം, എന്താണെന്ന് വെച്ച് ചെയ്യാം. അത് നിങ്ങൾ എഴുതിയെടുക്കും. അതിനുശേഷം നമുക്ക് കുറച്ച് സംസാരിക്കാം. എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് എഴുതാ. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇപ്പൊ ചെയ്യണമെന്നില്ല. ഒരു കാര്യം ചെയ്യും, മലയാളം എഴുതിയിട്ട് കുറച്ച് സ്പേസ് വിടാം, എഴുതാനുള്ള സ്പേസ് വിടാം ഇംഗ്ലീഷ്. ഓക്കെ, അങ്ങനെ വിട്ടുവിട്ട് എഴുതാം കേട്ടോ, നമുക്ക് കുഴപ്പമില്ല. അപ്പോ എഴുതിക്കോളൂ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഡിന്നറിന് ശേഷം അവൻ TV കാണുന്നു. ഡിന്നറിന് ശേഷം അവൻ TV കാണുന്നു. ഡിന്നറിന് ശേഷം അവൻ TV കാണുന്നു. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. കളിക്കുകയാണ്. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. ഞങ്ങൾ മാളിലേക്ക് പോകുകയാണ്. മാള്. ഓക്കെ, ഞങ്ങൾ മാളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ മാളിലേക്ക് പോകുകയാണ്. അവൾ പാട്ട് കേൾക്കുകയാണ്. അവൾ പാട്ട് കേൾക്കുകയാണ്. ടീച്ചർ, ഇത് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും കൂടിയിട്ടാണോ, അല്ലെങ്കിൽ ഇടക്ക് വരുന്നില്ലേ? സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നില്ലേ? സിമ്പിൾ പ്രസന്റ് വരുന്നുണ്ട്. അതായത് പ്രസന്റ് ടെൻസ് എല്ലാം വരും കേട്ടോ. പെർഫെക്റ്റും കണ്ടിന്യൂസ് എല്ലാം ഉണ്ടാവും. ഓക്കെ ഓക്കെ ടീച്ചർ. അപ്പോൾ എടുത്തോളൂ. ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യുക എന്നതിന് മലയാളം കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിക്കോളൂ. ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവൾ 2 പ്രാവശ്യം ജപ്പാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവൾ 2 പ്രാവശ്യം ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവൾ ജപ്പാൻ 2 പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. നേരത്തെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പൂർത്തിയാക്കിയിട്ടുണ്ട് മലയാളം. അതെ, പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ. Then ഞങ്ങൾ വീട്
വൃത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. Okay, then ഒരു ബ്രേക്ക് പോലും എടുക്കാതെ, സോറി, ഒരു ഇടവേള പോലും എടുക്കാതെ അവൻ 3 മണിക്കൂറായിട്ട് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവേള പോലും എടുക്കാതെ, ഒരു ഇടവേള പോലും ഇല്ലാതെ അവൻ 3 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 5 മണി മുതൽ, അതായത് വൈകിട്ട് 5 മണി മുതലാണ്. വൈകിട്ട് ഈവനിങ് ആ, ഓക്കെ, വൈകുന്നേരം 5 മണി മുതൽ അവൾ ഡിന്നർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണി മുതൽ അവൾ ഡിന്നർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിന്നർ മീൻസ് അത്താഴം. അങ്ങനെ എന്തെങ്കിലും ഇതാ, കറക്റ്റ് മലയാളം വേണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്. അവർ 1 മാസമായിട്ട് ഏകദേശം യൂറോപ്പ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ 1 മാസമായിട്ട് അവർ 1 മാസമായിട്ട് ഏകദേശം യൂറോപ്പ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഏകദേശം 1 മാസമായിട്ട് യൂറോപ്പ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണോ? ഏകദേശം യൂറോപ്പാണ്, ഏകദേശം 1 മാസമായിട്ടല്ല, യൂറോപ്പ് ഏകദേശം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം കവർ ചെയ്തു ആ ഒരു മീനിങ്ങിലാണ് വരാൻ. അപ്പൊ ഏകദേശം യൂറോപ്പ് ഏകദേശം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മാസമായിട്ടെന്നല്ല കേട്ടോ, അത് തെറ്റിദ്ധരിക്കണ്ട. നെക്സ്റ്റ്, ആ ബുക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അവൾ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. യാത്ര ചെയ്തിട്ടില്ല. ട്രെയിനാണോ? ട്രെയിനാണോ പ്ലെയിൻ ആണോ? പ്ലെയിൻ. നിങ്ങൾ എഴുതുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്ലെയിനോ ട്രെയിനോ എന്ത് എഴുതുക. ഞാൻ പറഞ്ഞത് പ്ലെയിൻ ആണ്. പ്ലെയിൻ മീൻസ് ഫ്ലൈറ്റ്. അവർ ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അവർ ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്.
അവർ ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ആ ടീച്ചർ മലയാളത്തിൽ അങ്ങനെ പറയോ? അത് അവർ ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് എന്ന് ഈ മലയാളം തന്നിട്ട് ഇംഗ്ലീഷ് ആക്കാൻ പറയുമ്പോ ഒരു കോംപ്ലിക്കേഷൻ വരുന്നു. ഈ അവർ ഇതിനകം they have eaten breakfast അങ്ങനെയല്ല നമ്മൾ ഇംഗ്ലീഷ് പറയാ. ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് മലയാളം ഇംഗ്ലീഷ് ആക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിനകം എന്നൊരു വേർഡ് ഉണ്ട്. ഞാനും അത് സെർച്ച് ചെയ്തു, അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോ ഇതിനകം എന്നാ കണ്ടേ. അത് ഇംഗ്ലീഷ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഇംഗ്ലീഷ് പറയും പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അത് ഇതിനകം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയില്ലേ? ചിന്തിച്ചു കേട്ടോ. സിമ്പിൾ ആണ്. എന്തായാലും ആ വേർഡ് സിമ്പിൾ ആണ്. ഓൾറെഡി ആണോ? യെസ്, ആൾറെഡി ആണോ? അതാണ് ഇതിനകം. ഓക്കെ, നെക്സ്റ്റ്. ഞങ്ങൾ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലാനിങ് ഇംഗ്ലീഷ് എന്താ? തയ്യാറെടുത്തോളൂ. പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്ലാൻ ചെയ്യുകയാണ് എന്നാണ് കേട്ടോ. ഞങ്ങൾ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണ്. ഞങ്ങൾ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ ഫോണിൽ സംസാരിക്കുകയാണ്. ഞാൻ ഫോണിൽ സംസാരിക്കുകയാണ്. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. ഞങ്ങൾ ആഴ്ചകളായിട്ട് ഇവന്റിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആഴ്ചകളായിട്ട് ഇവന്റിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇപ്പൊ എഴുതാനുള്ളതാണോ? ഹോംവർക്ക് ആണോ അതോ ഇപ്പൊ എഴുതാനുള്ളതാണോ? എഴുതൂ, സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഹോംവർക്ക് ആയിട്ട് വയ്ക്കാം. ആ, ഓക്കെ, നെക്സ്റ്റ്. അവർ 2 മണിക്കൂറായിട്ട് ചുമരുകൾ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ 2 മണിക്കൂറായിട്ട് ചുമരുകൾ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂറായിട്ട് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറായിട്ട് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവൾ ഇപ്പോൾ ഡിന്നർ പാചകം ചെയ്യുകയാണ്. അവൾ ഇപ്പോൾ ഡിന്നർ പാചകം ചെയ്യുകയാണ്. അവൾ ഇപ്പോൾ ഡിന്നർ പാചകം ചെയ്യുകയാണ്. അവൻ വിജയകരമായി പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവൻ വിജയകരമായി പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവൻ പ്രൊജക്ട് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. അവൻ പ്രൊജക്ട് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനകം സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകം സിനിമ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകം സിനിമ തുടങ്ങിയിട്ടുണ്ട്. അവർ ലൈബ്രറിയിൽ വെച്ച് ബുക്ക് വായിക്കുന്നു. അവർ ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് വായിക്കുന്നു. എന്തെല്ലാം പറയും? അവർ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് വായിക്കുന്നു. ലൈബ്രറിയിൽ വെച്ച് ബുക്ക് വായിക്കുന്നു. അല്ലെങ്കിൽ അവർ ലൈബ്രറിയിൽ ബുക്ക് വായിക്കുന്നു. അവർ ലൈബ്രറിയിൽ ബുക്ക് വായിക്കുന്നു. ബുക്സ് വായിക്കുന്നു. ബുക്കുകൾ. ബുക്സ് വായിക്കുന്നു. ഞാൻ എന്നും സ്കൂളിൽ നടന്നു പോകുന്നു. ഞാൻ എന്നും സ്കൂളിൽ നടന്നു പോകുന്നു. പൂച്ച കൗച്ചിൽ ഉറങ്ങുന്നു. കൗച്ചിൽ കിടന്നുറങ്ങുന്നു. പൂച്ച കൗച്ച്. കൗച്ച് ഓർ സോഫ. പൂച്ച കൗച്ചിൽ കിടന്നുറങ്ങുന്നു. അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. ടീച്ചറെ പൂച്ച അതൊന്നുകൂടി പറയോ? പൂച്ച കൗച്ചിൽ കിടന്നുറങ്ങുന്നു. കൗച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് സോഫ എന്നൊക്കെയാണ് കേട്ടോ. എന്നൊക്കെ എന്തുകൂടെ എഴുതുക. കൗച്ച് കൗച്ച് എഴുതുക. COUCH കൗച്ച്. കൗച്ചിൽ കിടന്നുറങ്ങുന്നു. അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. അവൻ അവന്റെ ഫ്രണ്ട്സിന് ലെറ്റർ എഴുതുന്നു. അവൻ അവന്റെ ഫ്രണ്ട്സിന് ലെറ്റർ എഴുതുന്നു. കുട്ടികൾ പൂളിൽ നീന്തുകയാണ്. കുട്ടികൾ പൂളിൽ നീന്തുകയാണ്. അവൾ ഷോപ്പിൽ പോയിട്ടുണ്ട്. അവൾ ഷോപ്പിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ വീട് ക്ലീൻ നീ പറഞ്ഞ നെക്സ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് ഈ ടി വി ഷോ
കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് ഈ ടി വി ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഈ ടി വി ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ടി വി ഷോ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്നും രാവിലെ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നും രാവിലെ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്നും രാവിലെ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടായിരത്തി 19 മുതൽ അവൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2019 മുതൽ അവൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ 2019 മുതൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു വർഷത്തിലേറെയായി ഈ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ലാസ്റ്റ് വൺ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? എന്തോ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞതൊന്നുകൂടെ പറയുമോ? അവൻ ഗിത്താർ പറഞ്ഞത് അവൻ ഗിത്താർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെന്താ പറയുന്നേ? ഒരു വർഷങ്ങളിലേറെയായി ഞങ്ങൾ ഈ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിലേറെയായി ഞങ്ങൾ ഈ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വീട് ഒരു വർഷത്തിലേറെയായി പണിതുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വർഷത്തിൽ കൂടുതലായി ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ്ങിലാണ് കേട്ടോ. ഞാൻ പറയുന്ന മലയാളം ഏകദേശം നിങ്ങൾ എഴുതാം. ഞാൻ ഇന്നലെ മുതൽ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ മുതൽ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞോ? എത്ര എണ്ണായിപ്പോ? 36. കറക്റ്റ് എത്രയും 37 or 36? 37. 37. ഓക്കെ, ഒരു 4 എണ്ണം കൂടെ ഞാൻ 14 ആവും. 14 കംപ്ലീറ്റ് ചെയ്യാം. ഒന്നും കൂടെ പറയോ? ഞാൻ ഇന്നലെ മുതൽ അവളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് കിട്ടൂല. ഞാൻ ഇവിടെ നോക്കിയോ തപ്പിയാണ് പറയുന്നത് കേട്ടോ. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ആണോ ടീച്ചർ? ഞാൻ എന്നിട്ട് ടീച്ചറോട് ലാസ്റ്റില് എന്റേത് പെട്ടെന്ന് കോളിംഗ് ബെല്ലടിച്ചിട്ട്
എനിക്ക് പുറത്ത് പോകേണ്ടി വന്നിനായിരുന്നു. അപ്പൊ ഞാൻ എന്റെ 16ഉം 17ഉം മിസ്സാണ്. അപ്പൊ ഞാൻ ലാസ്റ്റ് ടീച്ചറോട് ചോദിക്കാന്ന് വെച്ചിട്ട് നിൽക്കുമായിരുന്നു. 16 17 ഇവിടെ ആരെങ്കിലും പറഞ്ഞുതരും. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് ആരെങ്കിലും പറഞ്ഞുതരും കേട്ടോ. ഞങ്ങളാരെങ്കിലും എഴുതിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അത് കംപ്ലീറ്റ് ആക്കട്ടെ എന്നിട്ട് പറയേ. നെക്സ്റ്റ്, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ഞാൻ സിനിമ കാണുകയാണ്. ഞാൻ സിനിമ കാണുകയാണ്. ഞാൻ താക്കോല് വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ട്. ഞാൻ താക്കോല് വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ താക്കോല് വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ട്. എന്റെ താക്കോല് എന്ന് പറഞ്ഞോ. ഞാൻ എന്റെ താക്കോല് വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ട്. ഓക്കെ, 48. പറയൂ, 40 കറക്റ്റ് ആയോ? 40. 40. ധാരാളം. എന്താ വേണ്ടേ? ഹോംവർക്ക് ആയിട്ട് വേണോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യണോ? ഇപ്പൊ ചെയ്യാറ്. കുറച്ചിപ്പോ ചെയ്യായിരുന്നു, കാരണം ഒന്നും കൂടി ലെവലാവേണ്ടത്. ഒരു കാര്യം ചെയ്യൂ, കംപ്ലീറ്റ് ചെയ്യൂ. എല്ലാം എഴുതിയിട്ട് പറയുന്നതാണ്. എല്ലാവരും ആദ്യം എഴുതുക, അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ട് എഴുതിയാൽ മതിയോ? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എല്ലാവരും ഓരോരുത്തർ പറയൂ, കറക്റ്റ് ആൻസർ ടെക്സ്റ്റ് ചെയ്യൂ, എന്നിട്ട് ബുക്കിൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇത് തെറ്റാണെങ്കിൽ പിന്നെ നിങ്ങൾ വെട്ടി രണ്ടാമത് എഴുതണ്ടേ. ടീച്ചർ എല്ലാരും റഫായിട്ട് പെൻസിലിൽ എഴുതിയാലും മതി. എന്തോ പെൻസിൽ യൂസ് ചെയ്ത് എഴുതിയിട്ട് കറക്റ്റ് ആണെങ്കിൽ അപ്പൊ വെട്ടണ്ടല്ലോ. അതാണ്, നിങ്ങൾ എല്ലാവരും കൂടെ ടെക്സ്റ്റ് ചെയ്യും. ഫസ്റ്റത്തെ ഏതാണ്? ഫസ്റ്റത്തെ ഒന്ന് വായിച്ചേ. ആദ്യം ഒരു മലയാളം നൽകി ടെക്സ്റ്റ് ചെയ്യും എല്ലാവരും ആൻസർ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. ആൻസർ ടെക്സ്റ്റ് ചെയ്യും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ, മസ്റ്റ് ആയിട്ട് എല്ലാവരും. എന്നിട്ട് കറക്റ്റ് ആൻസർ നോട്ടിൽ എഴുതിയാൽ മതി. ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യും, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ആൻസർ പറയുള്ളൂ. ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. ഏത് ടെൻസ് ആണ്? ആൻഡ് ആൻസർ പറയും, എന്നിട്ട് ഞാൻ പറയാം. എല്ലാവരും പറയൂ ആൻസർ, ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. കാരണം പറയുമ്പോ എനിക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പറയാം. സിമ്പിൾ പ്രസന്റ്. എല്ലാവരും ആൻസർ പറയും. ജിമ്മിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ജിമ്മല്ല. ജിമ്മിന്റെ സ്പെല്ലിംഗ് എന്താണ്? ഞാൻ സ്പെല്ലിംഗ് കൂടെ പഠിപ്പിക്കണേ. ജിമ്മിന്റെ സ്പെല്ലിംഗ് എന്താണ്? ഗീത ടീച്ചർ ആ ടെക്സ്റ്റ് ടൈം മാറിപ്പോയത് GYM. അത് ടെക്സ്റ്റ് ചെയ്യുമ്പോ പെട്ടെന്ന് ടൈപ്പിംഗ് എറർ ആയതാണ്. I go to gym every morning. I go to gym every morning. I go to gym. Go to gym. Go to gym every morning. Yeah. I go to the gym. I go to the gym every morning. In every morning, Venda. Every morning.
I go to the gym every morning. അതാണ് കറക്റ്റ്. എഴുതിക്കോളൂ. I go to the gym every morning. Sorry, I am go to the gym അല്ല കേട്ടോ. I am അല്ല. I go to the gym every morning. അയനമോൾ I am ഇല്ല. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. I go to the gym every morning. ഓക്കെ. അടുത്തത് അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ആണോ? അതാണോ? യെസ് ടീച്ചർ. യെസ്. അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നു. ചെയ്യുന്നു ആണ്. അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എന്താണിത്? വർക്ക് ചെയ്യുന്നു എന്നാ ഞാൻ പറഞ്ഞേ, ചെയ്യുകയാണ് എന്നല്ല. ആ കണ്ടിന്യൂ അല്ലല്ലോ. അവൾ ഹോസ്പിറ്റലിൽ എന്താണ് വരാ? സിമ്പിൾ പ്രസന്റ്. യാ, സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് എല്ലാവരും നോക്കി. ഇനി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും നോക്ക്. സിമ്പിൾ പ്രസന്റ് ആണ് കേട്ടോ. നോ ഷീസ് വർക്ക്സ് ഓ നോ, തെറ്റാണ്. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ ഏതാണ്? ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഓക്കെ, കറക്റ്റ് ആൻസർ പറയൂ എല്ലാവരും. She works in hospital. He works in the hospital. He works in the hospital. She works in the hospital എന്ന് പറയാം, അല്ലെങ്കിൽ she works in a hospital. A or the നമുക്ക് എന്ത് യൂണിൽ യൂസ് ചെയ്യാം. She works in a hospital. ഓക്കെ, അങ്ങനെ എഴുതൂട്ടോ. She works in a hospital. Works ആണ്. ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്, നോട്ട് പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വായിക്കൂ. ഡിന്നറിന് ശേഷം അവൻ TV കാണുന്നു. യെസ്, ഡിന്നറിന് ശേഷം അവൻ TV കാണുന്നു. TV കാണുന്നു. സ്പീഡിൽ ടൈപ്പ് ചെയ്യും എല്ലാവരും. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു 40 എണ്ണം പറയുന്നു കേട്ടോ. നോട്ട് തീരില്ല എന്തായാലും. അവൻ ഡിന്നറിന് ശേഷം TV കാണുന്നു. യെസ്, ഡിന്നറിന് ശേഷം എന്നെങ്ങനെയാ പറയാ? ശേഷം എന്നാൽ ആഫ്റ്റർ ഡിന്നർ. ആഫ്റ്റർ ഡിന്നർ. ആഫ്റ്റർ ദ ഡിന്നർ. ആഫ്റ്റർ ഡിന്നർ എന്ന് പറയാം. He watches TV after dinner. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. He watches ചില ആൾക്കാർ ദാ ഇട്ടിട്ടുണ്ട്, അത് ഇട്ടാ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ വേണ്ടേ? He watches TV after the dinner എന്ന് പറയാം. after dinner അതായത് അവൻ അവന്റെ ഡിന്നർ കഴിക്കുമ്പോ അത് നിങ്ങൾക്ക് ഞാൻ ആർട്ടിക്കിൾ എടുക്കുമ്പോ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആർട്ടിക്കിൾ എന്തായാലും നിങ്ങൾക്ക് ചാപ്റ്ററിലുണ്ട്. ആർട്ടിക്കിളിൽ വിടുന്നതാണതല്ല, ഞാൻ അപ്പൊ പറയാം. He watches TV after dinner എന്ന് എഴുതും നോട്ട്ബുക്കിൽ. He watches TV after dinner. നെക്സ്റ്റ് മലയാളം പറയൂ. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. Yes, they are playing football in the park. They are playing football in the park.
കറക്റ്റ് ആണ്. They are playing football in the park. Okay, next. ഞങ്ങൾ മാളിലേക്ക് പോകുകയാണ്. ഞങ്ങൾ മാളിലേക്ക് പോകുകയാണ്. ഇപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾ മാളിലേക്ക് പോവുകയാണ്. അത് വേഗം പറഞ്ഞുകൊണ്ട് വേഗം അത് ടെക്സ്റ്റ് ചെയ്യുക. അതിനുശേഷം അടുത്തത് ഞാൻ പറയുമല്ലോ, അപ്പോഴും അത് ടൈപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാം. We are going to the mall. ഞങ്ങൾ മാളിലേക്ക് പോവുകയാണ്. We are going to the mall. Yes, correct. We are going to the mall. Next, അടുത്തത്. Next മലയാളം. അവൾ പാട്ട് കേൾക്കുകയാണ്. അവൾ പാട്ട് കേൾക്കുകയാണ്. സഫീല, we are going to the mall എന്നാണ് കേട്ടോ. We are going to അല്ല, going ആണ്. Present continuous tense ആണ് കേട്ടോ. We are going to the mall. അവൾ പാട്ട് കേൾക്കുകയാണ്. അടുത്തത് അവൾ പാട്ട് കേൾക്കുകയാണ്. She is listening to music. The സോങ്ങിനേക്കാളും ബെറ്റർ മ്യൂസിക് ആണ്. ഓക്കെ, പാട്ട് കേൾക്കുമ്പോ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളില് സോങ് എന്നാ വരാം, പക്ഷെ കറക്റ്റ് യൂസേജ് മ്യൂസിക് ആണ് കേട്ടോ. She is listening to music. The music ഇല്ല, മ്യൂസിക് എന്ന് പറഞ്ഞാൽ മതി. She is listening to music. She is listening to music. She is listening to music. Okay. The next Malayalam. ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. It's a present perfect tense. അല്ലേ? Okay. I have finished my homework. I have finished my homework. Okay. I have finished my homework. ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. I have finished my homework. I have finished. Okay. Finished അല്ല കേട്ടോ. രാധിക ഫിനിഷ് അല്ല, V3 ഫോം ആയിരിക്കണം. ഫിനിഷ്ഡ് ആണ്. Has, have. അത് രണ്ടിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട verb തേർഡ് ഫോം ആയിരിക്കണം. അത് നിർബന്ധമാണ്. ഓക്കെ റൂളാണ്. അത് തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ. Okay. Okay, next. അടുത്ത മലയാളം. അവൾ 2 പ്രാവശ്യം ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവൾ 2 പ്രാവശ്യം ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. She has visited Japan 2 times. Yeah, എനിക്ക് തോന്നി നിങ്ങൾ 2 times എന്ന് പറയുമെന്ന്. Not 2 times, twice. Yes, twice. അങ്ങനെയാണ്. Yeah, correct. Twice വരുന്നുണ്ട്. Okay, correct. She has visited Japan twice ആണ്. 2 times എന്ന് പറഞ്ഞതുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ twice ആണ് കുറച്ചുകൂടെ better. She has visited Japan twice. Okay, correct. Next മലയാളം. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. വെറുതെ എല്ലാവർക്കും ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? കുറയ്ക്കണോ? ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ സംസാരിക്കാൻ മടി കാണിക്കുന്നവരെല്ലാം ടൈപ്പിങ്ങിൽ ഭയങ്കര ഫാസ്റ്റ് ആണ് ടീച്ചർ. എനിക്ക് എത്തുന്നില്ല. എന്താ വെച്ചാല് ഈ സ്മോൾ ലെറ്റർ ആവുമ്പോ പെട്ടെന്ന് ടൈപ്പിംഗ് ചില സമയത്ത് എറർ വരുന്നു. ഇത് പറഞ്ഞോളൂ കേട്ടോ, പറഞ്ഞോളൂ. അത് കുഴപ്പമില്ല ടീച്ചർ, അവരെല്ലാരും ചെയ്യുമ്പോഴേക്ക് ഞാൻ മെല്ലനെ ചെയ്യാം. എനിക്ക് ഈ സ്മോൾ ലെറ്റർ പെട്ടെന്ന് ചെയ്യുമ്പോൾ കണ്ണ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും.
ഓക്കെ യാ ഒരു കാര്യം ചെയ്യൂ, കുറച്ച് പേര് ഇങ്ങോട്ട് പറയുമ്പോ കൂടെ ഇത് പറയൂ, ടൈപ്പ് ചെയ്യണ്ട. യാ ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. യാ വി ഹാവ് ക്ലീൻഡ് ദ ഹൗസ് and cleaned the home. Okay, we have cleaned the house or home. അടുത്ത മലയാളം പറയൂ. ഒരു ഇടവേള പോലും എടുക്കാതെ അവൻ 3 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും പറയുന്നതിന് He has been driving for 3 hours without break. okay. He has been driving for 3 hours without any rest. He has been driving for 3 hours even without any break. Okay. He has been driving for 3 hours without any break. മിസ് ആൻസർ പറയണ്ടെന്ന് പറഞ്ഞോട്ടാ. ഞാൻ അത് നോക്കി കോപ്പി അടിച്ച് എഴുതി വെച്ചു. നമുക്ക് ആഹാ. ആലോചിക്കണേന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത്ര സ്പീഡിൽ എഴുതുമല്ലേ? വെരി ഗുഡ്. പക്ഷെ ആൻസർ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ അത്രേ ഉള്ളൂ. 3 ആൾക്കാർ അയച്ചിട്ടുള്ളൂ, ബാക്കി ആരെന്തും ഉണ്ടാത്തേ. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ ടീച്ചർ? കുറേ ഉണ്ടല്ലോ എഴുതാൻ. അപ്പൊ എന്തായാലും ആലോചിക്കണം. സിമ്പിൾ ആണ്. സബ്ജക്ട് ആരാണ് നോക്കാം, അയാൾ എന്താണ് അവിടെ വെർബ് നോക്കാം, ടെൻസ് ഏതാണെന്ന് നോക്കാം, എത്ര മണിക്കൂറായിട്ട്, അത് വരെയും കിട്ടും അല്ലെ. ഒരു ഇടവേള പോലും ഇല്ലാതെ എന്ന് പറയുമ്പോഴാണ്. പക്ഷെ അത് ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആണ്. മലയാളത്തിൽ പറയുന്ന അത്രയും ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് പറയാനില്ല. He has been driving for 3 hours without a break. Any break അല്ല, a break. Any break എന്ന് പറഞ്ഞതുകൊണ്ട് മിസ്റ്റേക്ക് ഇല്ല, any rest എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റേക്ക് ഇല്ല, even without any break ഇത് പറഞ്ഞുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ. കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ he has been driving for 3 hours without a break എന്നാണ് അതിന് കറക്റ്റ് ആയ ഒരു കറക്റ്റ് ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്. പക്ഷെ ഇതെല്ലാം പറഞ്ഞത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആരും പറഞ്ഞത് തെറ്റല്ല. ഓരോരുത്തർ ചിന്തിക്കുന്ന രീതി അല്ലെ, വേ ഓഫ് തിങ്കിങ്ങും വേ ഓഫ് ലേണിംഗും ടീച്ചിങ്ങും എല്ലാം ഡിഫറെന്റ് ആണ്. സോ ഇതെല്ലാം കറക്റ്റ് ആണ്. ആ വിത്തൗട്ട് വന്നല്ലോ മതി, ബാക്കി ഇത് വിഷയമാണ്. വിത്തൗട്ട് ഒരുമിച്ചാണ് കേട്ടോ വീണ. വിത്തൗട്ട് ഒരുമിച്ച് എഴുതുന്നതാണ് കേട്ടോ. വിത്തും ഔട്ടും വെവ്വേറെയല്ല, ഒരുമിച്ചാണ് വിത്തൗട്ട്. അത് സ്പേസ് ഇട്ട് അടിച്ചപ്പോ അങ്ങനെ വന്നേ മിസ്. അടുത്ത മലയാളം പറയൂ. 5 മണി മുതൽ അവൾ ഡിന്നർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയൂ, ഗീത പറഞ്ഞോളൂ, ആൻസർ പറയൂ. She has been preparing dinner since 5 o'clock in the evening. Okay, she has been cooking dinner since 5 o'clock. She has been cooking dinner since 5 p.m. വൈകുന്നേരം 5 മണി മുതൽ ഉണ്ട് ടീച്ചർ. Okay. നമുക്ക് വൈകുന്നേരം 5 മണി എന്ന് പറയുമ്പോൾ നമുക്ക് 5 PM എന്ന് പറയാലോ. സിമ്പിൾ ആണ്, അങ്ങനെ ചിന്തിക്കാട്ടോ. വൈകുന്നേരം എന്ന് പറഞ്ഞാലും മോർണിംഗ് എന്ന് പറയും. AM ഉം PM ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകത എടുത്ത് പറഞ്ഞത്. എനിക്കറിയാം നിങ്ങളൊക്കെ എഴുതുമെന്ന് അറിയാമെന്ന് വിചാരിച്ചത്. കുറച്ച് പേരെ കറക്റ്റ് ആണ്. She has been cooking dinner since 5 PM. അത്രേ ഉള്ളൂ, സിമ്പിൾ. അതിൽ she has been cooking dinner since evening 5 PM, 5 o'clock ഉണ്ടാവും. അതിനേക്കാളും കുറച്ച് കേൾക്കാൻ രസം ഏതാണ്? She has been cooking dinner since 5 PM. സിമ്പിൾ. ഹാഡ് ബീൻ അല്ല കേട്ടോ, ഹാസ് ബീൻ ആണ്. ലക്ഷ്മി ഹാഡ് അല്ല ഹാസ് ആണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണോ? ലക്ഷ്മി പാസ്റ്റ് എല്ലാം പഠിച്ചു ടീച്ചർ. നമ്മൾ പ്രസന്റിലെത്ത ലക്ഷ്മി പാസ്റ്റ് വരെ പഠിച്ചു. ഫാസ്റ്റ് ആണ്. സോറി മിസ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഓട്ടോ കറക്റ്റ് ആയിരുന്നു. നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് നിങ്ങള് എല്ലാരും മുന്നേ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് മിസ്റ്റേ. ഓക്കെ,
ഹാവ് ബീനോ? ഷബ്ന ഹാവ് അവിടെ നിന്നോ? അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണോ? ഷബ്ന പ്ലൂറലാണ്, പ്ലൂറലിലാണ് ഹാവ് യൂസ് ചെയ്യാട്ടോ. അല്ല ടൈപ്പ് അതെ അതെ, വിശ്വസിച്ചു ഞാൻ. ഓക്കെ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ആ എല്ലാം ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. യാ, അടുത്ത മലയാളം പറയൂ. ഇതിന്റെ ആൻസർ അറിയാലോ. ഷി ഹാസ് ബീൻ കുക്കിംഗ് ഡിന്നർ സിൻസ് 5 PM എന്നാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത മലയാളം ആരാ പറയുക? അവർ പറഞ്ഞോളൂ. വേണ്ട, പറഞ്ഞോ, ഞാനല്ലേ നേരത്തെ പറയുന്നത്, പിന്നെ ആരും പറയാത്തോണ്ടാണ് ഞാൻ പിന്നെ വേഗം പറയുന്നത്. അവർ They have been traveling in Europe for about 1 month. മലയാളം ആരെങ്കിലും പറയൂ. അവർ 1 മാസമായിട്ട് യൂറോപ്പ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ 1 മാസമായിട്ട് ഏകദേശം യൂറോപ്പ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? യെസ്, they have been traveling to Europe for 1 month. For about 1 month. ഏകദേശം എന്നും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം യൂറോപ്പ് എന്നാ ഞാൻ പറഞ്ഞോ. ആണോ? അത് മന്ത് ഏകദേശം 1 മാസമല്ല, ഏകദേശം 1 മാസമായിട്ട് അവർ ഏകദേശം യൂറോപ്പ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടു യൂറോപ്പ് എന്ന് വരുവോ? വരില്ല. ആൻസർ പറയൂ. ഏകദേശം എന്നുള്ള മീനിങ് എങ്ങനെയാ വരാ? ഏകദേശം. They have been traveling to Europe for about 1 month. അത്രയും കടന്നു പോകണ്ട. ഓൾമോസ്റ്റ് യൂറോപ്പ് ഫോർ 1 month. അല്ലെങ്കിൽ നിങ്ങള് നമുക്കല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അവര് 1 മാസമായിട്ട് ഏകദേശം വിട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അവര് 1 മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഏകദേശം വേണ്ട, അറൗണ്ട് യൂറോപ്പ്. ഏകദേശം പറയുമ്പോഴാണ് സംശയം. അപ്പൊ ഇങ്ങനെയാ വരാട്ടോ. They have been traveling around Europe for a month. 1 month പറയരുത് കേട്ടോ, എപ്പോഴും 1 month പറയരുത്. A month. A എന്ന് പറയുന്നതിന് ഒരു മന്ത് എന്നുള്ള മീനിങ് തന്നെയാണ്. അപ്പൊ 1-നൊക്കെ ഏറ്റവും ബെറ്റർ A ആണ്. ഓക്കെ, അപ്പൊ they have been traveling around Europe for a month. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ടു യൂറോപ്പ് എന്നുണ്ടോ? ടു യൂറോപ്പ് അല്ല കേട്ടോ, അറൗണ്ട് യൂറോപ്പ്. യൂറോപ്പിന് ചുറ്റും, അങ്ങനെ ഒരു മീനിങ്. അവർ 1 മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വരും. നിങ്ങൾ മലയാളം ഒന്ന് വേണമെങ്കിൽ മാറ്റിക്കോ പയ്യ. ടു യൂറോപ്പ് എന്ന് പറയുമ്പോ യൂറോപ്പിലേക്ക് എന്നുള്ള മീനിങ് അല്ലേ വരുവാ ടീച്ചർ? അതെ, ടു വേണ്ട. എന്താണ് അവരാണോ? ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. I have read that book many times. Yes, I have read that book so many times. അല്ലെങ്കിൽ for many times. I have read that book many times എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇങ്ങനെ പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. I have read that book many times. I have read that book many times. Okay? Yes. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി കുറച്ച് ഡിസ്കസ് ചെയ്യാം, ഒരുപാടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഈ ബുക്കിലെ നിങ്ങൾ അടച്ചു വെക്കുക, അടുത്ത ക്ലാസ്സിൽ മാത്രം തുറന്നാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി അത് എഴുതി വെക്കണ്ട, നിങ്ങൾ റെഫർ ചെയ്തിട്ട് എഴുതി വെക്കണ്ട. നമുക്ക് ഇതൊരു ക്ലാസ്സിൽ ഓൺ ദി സ്പോട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ടീച്ചർ ഇപ്പം 13 വരെ ആയിട്ടുള്ളൂ, ഒരു 15 നിർത്തിയാ പോരെ റൗണ്ട് ചെയ്തിട്ട്? ഓക്കെ, പറയൂ, പെട്ടെന്ന് പറയൂ. നെക്സ്റ്റ്, അവൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല. ഷീ ഹാസിന്റ് ട്രാവൽഡ് ഇൻ ദ ഫ്ലൈറ്റ്.
യാത്ര ചെയ്തിട്ടില്ല നെഗറ്റീവ് ആണ്. ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിന് നെഗറ്റീവ് ആണ്. ചെയ്തിട്ടുണ്ട് ഹാസ് ഇത് ഹാസ് നോട്ട് ഹാസിൻഡ്. യെസ്. She hasn't traveled in an aeroplane. ട്രാവൽ പറയുമ്പോ ഏത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം? ഹാസൻഡ് വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് V3 ഫോം തന്നെയാണ് കേട്ടോ, മറക്കരുതേ. യെസ് ടീച്ചർ, ഞാൻ V3 തന്നെ പറഞ്ഞത്, ട്രാവൽഡ്. അമൃതാമത്തെ ട്രാവൽ എന്ന് മാത്രമേ പറഞ്ഞു, ട്രാവൽഡ് ആണ് കേട്ടോ. ഷി ഹാസൻഡ് ട്രാവൽഡ് ബൈ പ്ലെയിൻ. ബൈ ആണ് ട്രാവൽ വരുമ്പോ ബൈ ആണ് വരാം കേട്ടോ. അതല്ല നിങ്ങൾ ഇന്ന് യൂസ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു. അത് ഇത് ലാർജ് വെഹിക്കിൾ ആണ്. ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇന്നാണോ? അല്ല. ഓക്കെ, ട്രാവൽ വരുമ്പോ നമുക്ക് ഏത് വെഹിക്കിൾ ആണെങ്കിലും ബൈ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഷി ഹാസൻഡ് ട്രാവൽഡ് ബൈ പ്ലെയിൻ. അടുത്ത മലയാളം പറയും. അവർ ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. They have eaten breakfast just now ആണോ ഇതിനകം? They have eaten breakfast just now. just now. ഇതിനകം already. By now. Already ആണ് കേട്ടോ. ഓൾറെഡി ഇല്ല. They have eaten breakfast already. അല്ലെങ്കിൽ they already eaten breakfast. അങ്ങനെയല്ല. They have eaten breakfast already എന്ന് പറയാം. ഓക്കെ ടീച്ചർ, ഇത് മലയാളം തരുമ്പോ നമ്മളിപ്പോ സംസാരിക്കുകയാണെങ്കിൽ they have eaten breakfast എന്ന് പറയും. ഇതിനകം അങ്ങനെ വരില്ല, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. They have had their breakfast എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? We have had the breakfast പറയാം കേട്ടോ. There അല്ല കേട്ടോ. We have had breakfast. Had നമുക്ക് കഴിച്ചു എന്നൊരു മീനിങ് ഹാഡിനുണ്ട്. നമുക്ക് അങ്ങനെ പറഞ്ഞോണ്ട് മിസ്റ്റേക്ക് കേട്ടോ. ഓക്കെ, സോ ഇനി വൈകിട്ട് ചെയ്യാലോ. 15 ആയി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നല്ല രസമായിരുന്നു ക്ലാസ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ല ക്ലാസ് ആയിരുന്നു ഇന്ന്. അത് ടീച്ചർ ഇന്ന് നല്ല എന്താ മേക്കപ്പ് എല്ലാം ചെയ്ത് വന്നതുകൊണ്ട് കുറെ സംസാരിച്ചില്ല, അതാണ്. ഓക്കെ, പിന്നെ ടീച്ചർ ചിലപ്പോ ഞാൻ അടുത്ത ആഴ്ച ക്ലാസ്സിൽ കയറും. ഞാൻ എന്തായാലും ഹസ്ബൻഡ് വരുന്നുണ്ട് ഫ്രൈഡേ, അപ്പോ ചിലപ്പം പുറത്തിലായിരിക്കും. അപ്പോ ഞാൻ റെക്കോർഡ് ക്ലാസ് എന്തായാലും കേൾക്കും. ലൈവ് ക്ലാസ് ചിലപ്പോഴേ കയറാൻ പറ്റുകയാണെങ്കിൽ കയറും കേട്ടോ. ഓക്കെ ടീച്ചർ. മാക്സിമം കയറാൻ നോക്കാം, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ അപ്പോഷൻ ഉണ്ടെങ്കിൽ എന്റെ ക്ലാസ്സിൽ കുറച്ചൊരു അവസാനം ആവുമ്പോഴേക്കും ജോയിൻ ചെയ്തിട്ട് ആ ഡൗട്ട് അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ ഓക്കെ ടീച്ചർ, ഞാൻ റെക്കോർഡ് ക്ലാസ് എപ്പോഴും ഇങ്ങനെ വല്ലപ്പോഴേ മിസ്സാവാറുള്ളൂ. മിസ്സായതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ കാണാറുണ്ട്. മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അഥവാ ഇനി ക്ലാസ്സിൽ കണ്ടിട്ടില്ലെങ്കിൽ ടീച്ചർ വിചാരിക്കണ്ട. പിന്നെ എന്നെ ടീച്ചർ അഥവാ ചോദിക്കാറുണ്ട്, ജിഷ ടീച്ചർ, ആതിര ടീച്ചറൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കും ഇതൊക്കെ എന്താ പറ്റിയെന്ന്. അപ്പൊ ആർക്കും അറിയില്ലല്ലോ, പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകേണ്ടതാണെങ്കിൽ അല്ല അസുഖമായതാണെങ്കിൽ അതാ ഞാൻ പിന്നെ ഇന്ന് മുൻകൂട്ടി പറഞ്ഞത്. ഓക്കെ ടീച്ചർ, എനിവേ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായി. നിങ്ങൾ ഇത്രയും സംസാരിച്ച് ആക്റ്റീവായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ ക്ലാസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം എല്ലാവരും കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഓൾ. See you on the next class. Thank you, ma'am. Thank you, Miss. Bye, ma'am. Thank you, miss.